അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസമില്ലാത്തവരുടെ ഭരണമാണ്. കാരണം ദേവസ്വം മന്ത്രിക്കോ അല്ലെങ്കിൽ ഭരണാധികാരികളായിട്ട് വരുന്നവർക്കോ വിശ്വാസമില്ലെങ്കിൽ അവർക്ക് ക്ഷേത്രത്തെ ഭൗതിക വസ്തുവായിട്ടേ കാണാൻ പറ്റും. ഭൗതിക വസ്തുക്കളായി ക്ഷേത്രത്തെ കാണുകയും അതിൽ നിന്നും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവർ എപ്പോഴും അഴിമതി കാണിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഏജൻസികൾ അതിൻ്റെ പിന്നിലുണ്ടാവാം, അങ്ങനെയുള്ള വലിയ മാഫിയ സംഘങ്ങളുണ്ടാവാം. അതുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ അന്തർദേശീയ തലത്തിൽ കുറ്റാന്വേഷണ സംവിധാനമുള്ള ഏജൻസികൾക്ക് കേസ് അന്വേഷിച്ചാലേ സാധിക്കുകയുള്ളൂ. രാജേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട രാജേട്ടൻ ശ്രീ കുമ്മനം രാജശേഖരൻ ജന്മഭൂമി ഓൺലൈനിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സംസാരമാണ് നമുക്ക് കേൾക്കാം. ബഹുമേഖലയിൽ രാഷ്ട്രീയം, സാംസ്കാരികം, ധാർമ്മികം, പരിസ്ഥിതി, ഭാഷ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ കുമ്മനം രാജശേഖരൻ, അദ്ദേഹമാണ് നമ്മളുടെ അതിഥി ഇന്ന്. അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. രാജ്യത്തെ പ്രധാനമായിട്ട് ഒരു വിഷയമുള്ളത്, ഇന്ന് ആനുകാലികമായ വിഷയമായി നിൽക്കുന്നത് ശബരിമലയെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. ശബരിമലയിൽ വിശ്വാസികൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം, അതെന്തായിരിക്കും? അതൊന്ന് തുടങ്ങിയതെന്നായിരുന്നു. ഈ ഭരണകർത്താക്കളെ കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. വിശ്വാസികളുടെ വികാരത്തെയും സങ്കല്പങ്ങളെയും സംരക്ഷിക്കണമെങ്കിൽ വിശ്വാസികൾക്ക് കഴിയും. വിശ്വാസത്തോട് എന്നും എതിരിടുകയും വിമർശിക്കുകയും വിശ്വാസങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് വിശ്വാസികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? പക്ഷേ ശബരിമല ക്ഷേത്രത്തിൻ്റേതായ ചില പരിഹാരങ്ങളുണ്ട്. ശബരിമല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയത് സർക്കാരല്ല. സർക്കാരിൻ്റെ നടപടിയിലൂടെയല്ല ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. അത് ഒരു ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് ചില അജ്ഞാത ശക്തികളുടെ പ്രവർത്തനങ്ങൾ മൂലം കോടതി ഇടപെട്ട് കിട്ടിയ ചില സാവകാശങ്ങളും സൗകര്യങ്ങളും പ്രവർത്തന നേട്ടങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നും സർക്കാരിനോ പോലീസിനോ ആർക്കും അവകാശപ്പെടാൻ ഒന്നുമില്ല. കുറ്റവാളികളെ, കുറ്റം ചെയ്തവരെ, തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഒരു സർക്കാരിൻ്റെ കടമയാണ്. പക്ഷേ സർക്കാരിൽ സ്വാധീനമുള്ള, സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ ഭാഗത്ത് നിൽക്കുകയും കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദികളായി തീരുകയും ചെയ്യുമ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? മാത്രമല്ല, ഇപ്പോൾ ശബരിമലയിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ജയിലിൽ കിടക്കുന്നത്. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനും ക്ഷേത്രഭരണ നിർവഹണം നടത്താനും ചുമതലപ്പെട്ട 2 ദേവസ്വം ബോർഡിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, അധികാരികൾ ഇപ്പോൾ ക്ഷേത്ര സ്വത്ത് കവർച്ചയിൽ അകപ്പെട്ട് കേസിൽ കുടുങ്ങി ഇന്ന് ജയിലിലാണ്. അപ്പോൾ ക്ഷേത്രം സംരക്ഷിക്കേണ്ടവരാണ് ക്ഷേത്രം കൊള്ള ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അങ്ങേയറ്റം സഹിക്കാവുന്നതിനപ്പുറമുള്ള ഒരു കുത്തി നോവിപ്പിക്കുന്ന വേദനയാണ്. അത് ഭരണകർത്താക്കളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നു. അതിൻ്റെ കാരണം ക്ഷേത്രഭരണ വ്യവസ്ഥിതി തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രഭരണ വ്യവസ്ഥിതി ഇങ്ങനെ തുടരുന്നിടത്തോളം കാലം ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോഴത്തെ വ്യവസ്ഥയനുസരിച്ച് രാഷ്ട്രീയ നേതാക്കളാണ്, സർക്കാർ നിയോഗിക്കുന്ന ആളുകളാണ് ക്ഷേത്രം ഭരിക്കേണ്ടത്. ശബരിമല ഇനിയും ഭരിക്കേണ്ടത് അവർ തന്നെയായിരിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് അങ്ങനെയല്ല എന്നൊക്കെ പറയാമെങ്കിലും അവരുടെ കയ്യിലാണ് ഇപ്പോഴും ചരട്. AKG സെൻറ്ററിലാണ് ഇപ്പോഴും ശബരിമല ക്ഷേത്രം ഭരിക്കുന്നത്. ഒരു വ്യത്യാസം വന്നിട്ടില്ല. ആൾ മാറിയതുകൊണ്ട് കാര്യമില്ല, വ്യവസ്ഥിതി മാറിയിട്ടില്ല. അപ്പോൾ വ്യവസ്ഥിതി തുടരുന്നിടത്തോളം കാലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്നും ഇങ്ങനെ ഇപ്പോൾ ശബരിമല ഇതുണ്ടായി എന്നുള്ളതുകൊണ്ട് ഇനി ആവർത്തിക്കില്ല എന്നോ ഒന്നും കരുതാനാവില്ല. ഇനിയും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു കരുതലുണ്ടായിട്ടുണ്ട്, ജാഗ്രത ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെതിരെ വലിയൊരു വികാരമുണ്ടായിട്ടുണ്ട്. ക്ഷേത്രഭരണ വ്യവസ്ഥിതി മാറണം എന്ന ആഗ്രഹം, അടങ്ങാത്ത ഒടുങ്ങാത്ത ദാഹം ഇന്ന് ഭക്തജനങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ്. ക്ഷേത്രത്തിലുള്ള ഭക്തജനങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. വിശ്വാസത്തെ തച്ചുടയ്ക്കാനും തകർക്കാനും ആര് ശ്രമിച്ചാലും അതിനെതിരെ വലിയ പ്രതികരണമുണ്ടാകും, പ്രതിഷേധമുണ്ടാകും.
അത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള ഭക്തജനങ്ങളുടെ ഒരു വികാര പ്രകടനമാണ് വാസ്തവത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും ആളുകൾ ഇരച്ചു കയറി വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം. കാരണം അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ക്ഷേത്രത്തിന് എന്തെങ്കിലും ക്ഷേത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഏറ്റവും വലിയ സംഭവമായി മാറിയിരിക്കുന്ന സ്വർണ്ണക്കൊള്ള. പക്ഷേ ഇത് ഈ അടുത്തൊരു കാലത്ത് തുടങ്ങിയൊന്നുമല്ല, കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഈ സർക്കാർ ഏത് സർക്കാർ വന്നാലും അങ്ങനെ ഒരു പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നാലും ശരി, കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെൻറ് വന്നാലും ശരി, സംഭവിക്കുന്നത് ഇതാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ക്ഷേത്രങ്ങളെ ഇങ്ങനെ ധ്വംസിക്കുക എന്നുള്ള തരത്തിൽ, അത് ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളോ തകർക്കുക എന്നുള്ളതല്ല, ഫിസിക്കലി തകർക്കുക എന്നുള്ളതല്ല, അല്ലാതെ തന്നെ ധാർമ്മികമായി അതിനെ ഇല്ലാതാക്കുന്ന ഒരു ആസൂത്രിത ശ്രമം നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോടതി കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാജേട്ടൻ്റെ തുടക്കകാലം മുതൽ ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള, ഉദാഹരണത്തിന് ശബരിമലയിലെ സംവിധാനങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹരിവരാസനം പദ്ധതി, പൂങ്കാവനം പദ്ധതി തുടങ്ങിയ പല പദ്ധതികൾ സംസ്ഥാന സർക്കാരുകളാകട്ടെ വിവിധ ഓർഗനൈസേഷനുകളാകട്ടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഗവൺമെന്റുകൾ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിനെ ഇങ്ങനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത്, ആസൂത്രിതമായ ശ്രമം നടത്തുന്നത്? അതിനെന്താണ് പരിഹാരം ഉണ്ടാകുക? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസമില്ലാത്തവരുടെ ഭരണമാണ്. കാരണം ദേവസ്വം മന്ത്രിക്കോ അല്ലെങ്കിൽ ഭരണാധികാരികളായിട്ട് വരുന്നവർക്കോ വിശ്വാസമില്ലെങ്കിൽ അവർക്ക് ക്ഷേത്രത്തെ ഭൗതിക വസ്തുവായിട്ടേ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ക്ഷേത്ര ഭരണാധികാരിയുടെ കാഴ്ചപ്പാട് എന്താണ്? അവർ ക്ഷേത്രത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർ ക്ഷേത്രത്തെ നോക്കിക്കാണുന്നത് അവിടെ എത്ര കിലോ സ്വർണ്ണമുണ്ട്, എത്ര വെള്ളിയുണ്ട്, പിച്ചളയുണ്ട്, ബ്രാസുണ്ട്, ഇങ്ങനെ ഓരോ ലോഹവസ്തുക്കൾ, വിലപിടിപ്പുള്ള സ്വത്തുക്കൾ എന്തൊക്കെയാണ്, വസ്തുക്കളും സ്വത്തുക്കളുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നോട്ടം. ഭക്തജനങ്ങൾ നേരെ തിരിച്ചാണ്. അവർ ഈ വസ്തുക്കളിലെല്ലാം ഭഗവാനെയാണ് കാണുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും മന്ത്രിയും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഭരിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ എത്ര കിലോ സ്വർണം, അവർ അയ്യപ്പൻ്റെ വിഗ്രഹം എത്ര കിലോയുണ്ട്, അത് സ്വർണം കൊണ്ടാണോ, അത് ഇങ്ങനെ ഉണ്ടാക്കി, ആരുണ്ടാക്കി, ഇതൊക്കെയാണ് അവർക്കറിയേണ്ടത്. അപ്പോൾ അവർ ഭഗവാന് സ്വർണം കാണും, ഭക്തജനങ്ങൾ സ്വർണത്തിൽ ഭഗവാനെ കാണും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഭരിക്കുന്നവർക്ക് സ്വത്തുക്കളെക്കുറിച്ചും അവിടുത്തെ തിരുവാഭരണത്തെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചുമൊക്കെയാണ് ചിന്ത. അത് കാരണം അങ്ങനെ ഭൗതികമായ വസ്തുക്കളിൽ ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ, വിശ്വാസമില്ലാത്തവർ ഭരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആയിരിക്കും കണ്ണ്. ഭക്തജനങ്ങൾക്ക് ഒരിക്കലും അറിഞ്ഞുകൂടെ എത്ര കിലോ ഉണ്ടെന്ന്. ആരും ഇന്നേവരെ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു അയ്യപ്പ ഭക്തനാണ് വിഗ്രഹം എന്തുകൊണ്ടുണ്ടാക്കിയതാണ്, അതിനെത്ര കിലോ ഉണ്ട് എന്നൊന്നും തിരക്കിയിട്ടില്ല, തിരക്കേണ്ട കാര്യമില്ല. കാരണം അവരവിടെ കാണുന്നത്, ദ്വാരപാലകനെ കാണുന്നത് ഒക്കെ ഭഗവാനെയാണ്. സർവ്വത്തിലും അയ്യപ്പനെ കാണുന്നത്, എല്ലാം അയ്യപ്പൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ വിശ്വാസികൾ ഭരിക്കാൻ വരണം. അവിടെ 10, 40 വർഷം 50 വർഷക്കാലമൊക്കെ ആയിട്ട് ശബരിമലയിൽ പോകുന്നവർ 18-ാം പടി 18 പ്രാവശ്യം ചവിട്ടിക്കഴിഞ്ഞാൽ 18 വർഷം മണ്ഡലവ്രതക്കാലം വ്രതം നോറ്റ് ചവിട്ടിക്കഴിഞ്ഞാൽ പെരിയസ്വാമി ഗുരുസ്വാമിയാവും. അങ്ങനെയുള്ള ഗുരുസ്വാമിമാർ ധാരാളം. അവർക്കെന്താ ശബരിമലയിൽ? ഈ ശബരിമല ഇതെല്ലാം സമർപ്പിച്ച നല്ല ആത്മാർത്ഥതയുള്ള ഭക്തജനങ്ങൾക്ക് ശബരിമല എന്ത് കാര്യം? അവർക്കൊരു കാര്യമില്ല. അവിടെ അവർ പണം ഇടുന്നവരാണ്. ശബരിമല കാണിക്കവഞ്ചിയിൽ ഭക്തിപൂർവ്വം പണമിടുന്ന വയറുവേദനക്കാരനും പ്രാരബ്ധക്കാരനും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതിനും ശബരിമല ഒരു കാര്യമില്ല. അതൊക്കെ വേറെ ആളുകളാണ് ചെയ്യുന്നത്, വിശ്വാസികളല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് യുവതി പ്രവേശനം വന്നത്. യുവതി പ്രവേശനത്തിൽ അവർ സർക്കാർ സ്വീകരിച്ച നിലപാടെന്താണ്? എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് കേസ് നടത്താൻ ചിലവഴിച്ചത്. അവിടെ വരുന്ന ഭക്തജനങ്ങളെ മർദ്ദിക്കാൻ, അടിച്ചൊതുക്കാൻ, പ്രക്ഷോഭത്തെ ശിഥിലമാക്കാൻ എത്രയോ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചു. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ വിഷയം വന്നപ്പോൾ വിശ്വാസത്തിനെതിരെ നിലകൊള്ളാൻ എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് ഭരണാധികാരി. കാരണം അവർക്ക് വിശ്വാസം ഇല്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഭൗതിക വസ്തുക്കളായി ക്ഷേത്രത്തെ കാണുകയും അതിൽ നിന്നും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവർ എപ്പോഴും അഴിമതി കാണിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഭയമില്ല, ആരോടും ഭയമില്ല, വിധേയത്വമില്ല. അപ്പോൾ അവർക്ക് ബിവറേജസ് കോർപ്പറേഷൻ്റെ
ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ആകുന്നത് പോലെയാണ് ദേവസ്വം ബോർഡിൻ്റെയും. അല്ല, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ കോർപ്പറേഷനും ബോർഡും ദേവസ്വം ബോർഡും തമ്മിൽ എന്താ വ്യത്യാസം? അവർക്കൊരു വ്യത്യാസമില്ല. വിശ്വാസി പ്രസിഡന്റ് ആകണമെന്ന് അവർ എവിടെ എഴുതി വെച്ചിരിക്കും? എന്ത് നിബന്ധനയുള്ളൂ? ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം, ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരി ക്ഷേത്രത്തോട് വിധേയത്വമുള്ള ആളായിരിക്കും. ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്നവരായിരിക്കും. അവിടെ അപ്പം അരവണ ഉണ്ടാക്കി എത്ര കിലോ ഉണ്ടാക്കാം, എത്ര വിൽക്കാം, എത്ര രൂപ കിട്ടി. ഇപ്പോൾ ഇന്നലെയും ദേവസ്വം ബോർഡിൻ്റെ റിലീസ് എത്ര രൂപ വന്നു, എത്ര രൂപ ആണ് അവിടെ ചിലവ് പറയത്തില്ല. ഇന്നേ അവർ ചിലവ് പറയത്തില്ല. വരവ് ഇങ്ങനെ ആളുകൾ വരുന്നു, എത്ര ആളുകൾ വരുന്നു, എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതല്ല, എത്ര അവിടെ നിന്ന് ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും സങ്കല്പങ്ങളെയും അനുഷ്ഠാനത്തെയും സംരക്ഷിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 41 ദിവസം വ്രതം നോറ്റ് വരുന്നവർക്ക് അവിടെ വിരിവെക്കാനുള്ള സൗകര്യം കൊടുക്കണം. വിശ്വാസത്തിൻ്റെ ഭാഗം. കാരണം അവർ പവിത്രമായിട്ടാണ് ഇരുമുടിക്കെട്ടിന് കെട്ടുന്നത്. ആ ഇരുമുടിക്കെട്ട് എവിടെയെങ്കിലും സ്വൈരമായി സമാധാനപരമായി ഇരുന്ന് ശരണം വിളിക്കാനുള്ള സൗകര്യം കൊടുക്കണം. അതുപോലെ അവർ കൊണ്ടുവന്ന് നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനും വരുന്ന അയ്യപ്പന്മാരാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അവിടെ VIP ഇല്ല. അവിടെ ഗസ്റ്റ് ഹൗസുകളല്ല ആവശ്യം, ധർമ്മശാലകളാണ് ആവശ്യം. വരുന്നവർക്ക് സൗജന്യമായിട്ട് താമസിക്കാൻ, വിരിവെക്കാൻ, താമസം എന്നുള്ള വാക്കേ ഇല്ല അവിടെ. വിരിവെക്കാൻ, അവർക്കൊന്ന് വിരിവെച്ച് സുഖമായി കിടന്നുറങ്ങാനല്ല, വിരിവെച്ച് സ്വൈരമായി അവിടെ ഇരുന്ന് കെട്ടഴിച്ച് അതിലെ നെയ്യെടുത്ത് അത് അഭിഷേകം ചെയ്യാൻ ഒരാൾ പോവുക, അതിലൊരു പാതി അവിടുത്തെ ഹോമകുണ്ടത്തിലേക്ക് എറിയുക. ഇങ്ങനെ ചടങ്ങുകൾ നടത്താനുള്ള സൗകര്യം അവിടെ ഉണ്ടോ? ഇല്ല. ഓരോ ദിവസം ചിലതൊക്കെ വേണ്ട എന്ന് പറയും. പമ്പയിൽ തർപ്പണം ഇല്ലല്ലോ ഇപ്പം. ശരിയല്ല. പമ്പാ വിളക്ക്, പമ്പാ തർപ്പണം, പമ്പാ സ്നാനം, പമ്പാ സദ്യ, ഇത് ആചാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഇതൊന്നുമില്ല. കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പ് പറഞ്ഞു ഇനി കാട്ടിക്കൂടെ നടക്കാൻ പാടില്ല എന്ന്, വനയാത്രയില്ല. അത്തരണ്യ ധരണിയിലുള്ള ഒരു മർത്യരൊക്കെയും അയ്യപ്പ ഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാളകെട്ടി തുടർന്ന് ഓരോന്നോരോന്ന് പറഞ്ഞാണ് അയ്യപ്പന്മാർ വരുന്നത്. ഇനി ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് നടക്കണം, വെറുതെ പാടാനുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ആളുകൾ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ അവിടെ ഭക്തൻ്റെ വിശ്വാസത്തിനാണ് സ്ഥാനം. ഭക്തന്മാരാണ് നമ്പർ 1. അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് പ്രസാദം കൊടുക്കണം. പ്രസാദ ഊട്ടെന്നതിന് പറയുന്നത്, അല്ലാതെ ഹോട്ടലല്ല അവർക്ക് ആവശ്യം. അവർക്ക് അന്നദാന കേന്ദ്രമാണ്. അന്നദാന കേന്ദ്രത്തിൽ അവർ കഴിക്കുന്നത് പ്രസാദമാണ്. അയ്യപ്പൻ ഭഗവാന്റെ പ്രസാദമാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അത്രയും സംശുദ്ധമായി തയ്യാറാക്കുന്നത് അവർക്ക് കൊടുക്കണം. ഇന്നിപ്പോൾ അവിടെ അത് കഴിക്കാൻ പറ്റുന്നില്ല, ഹോട്ടലിൽ പോവുകയാണ്. ഹോട്ടലുകാരന് എത്ര രൂപ വാങ്ങിക്കുന്നത് ആർക്കറിയാം? കാരണം അവരും ഈ കോടിക്കണക്കിന് രൂപ തറവാട കൊടുത്താണ് ഹോട്ടലുകൾ നടത്തുന്നത്. ഇപ്പോൾ ശബരിമല ക്ഷേത്രം ഭൗതിക വസ്തുവായി കാണുന്നു. രണ്ടാമത് അതിനൊരു വാണിജ്യ കേന്ദ്രമായി കാണുന്നു. മൂന്നാമത് അതിനൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി കാണുന്നു. ഈ ഭരണാധികാരിയുടെ മനോഭാവമാണ്, കാഴ്ചപ്പാടാണ് വളരെ പ്രധാനം. കാഴ്ചപ്പാട് മാറണം. എങ്കിൽ മാത്രമേ ശബരിമലയ്ക്ക് ഒരു വിമോചനം ഉണ്ടാവും. ശബരിമലയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ ചെല്ലുന്ന ഓരോ അയ്യപ്പന്മാരും സേവകരായിരുന്നു. അയ്യപ്പന്റെ സേവകരും പരസ്പരം സേവനം ചെയ്യുന്ന ആൾക്കാരുമായിരുന്നു. അങ്ങനെ സേവനം ചെയ്തിരുന്ന, സംഘടിതമായി അത് ചെയ്തിരുന്ന, ഓർഗനൈസ്ഡ് രൂപത്തിൽ ചെയ്തിരുന്ന സംഘടനകളെ, വ്യക്തികളെ, അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തിരുന്ന അയ്യപ്പന്മാർക്ക് ക്ഷേമപ്രവർത്തനം ചെയ്തിരുന്ന ആൾക്കാരെ മുഴുവൻ അവിടെ നിന്ന് ഇറക്കിയിട്ട് അവിടെ കരാറുകാർ, ശമ്പളക്കാർ, താൽക്കാലിക വേതനക്കാർ, അല്ലെങ്കിൽ സ്ഥിരം വേതനക്കാർ, ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയും ഇത് വാസ്തവത്തിൽ ഒരു തൊഴിൽ കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സേവനം ചെയ്യുന്ന ആത്മാർപ്പണമുള്ള ആളുകളെ ശബരിമലയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ചെയ്യേണ്ട ചില രഹസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അണിയറ ഒരുക്കം കൂടി ആയിരുന്നില്ലേ അത്? അതെ, ഇതിനെ വാണിജ്യ കേന്ദ്രമായിട്ടാണ് കാണുന്നതുകൊണ്ടാണ്. പണ്ട് അയ്യപ്പ ഭക്തന്മാരെന്നൊരു ഭാഗമില്ല. ശബരിമലയിൽ ഭക്തജനങ്ങളില്ല, അവിടെ അയ്യപ്പന്മാരാണ്. അതുകൊണ്ടാണ് ഭക്തജന സേവയല്ല, അയ്യപ്പ സേവയാണ്. ഒരയ്യപ്പന്, ദാഹിച്ചു വരുന്നൊരു അയ്യപ്പന് ഒരു വെള്ളം കൊടുക്കുന്നത് ഭഗവാൻ അയ്യപ്പ സ്വാമിക്ക് കൊടുക്കുന്ന നിവേദ്യമാണ്. ഭക്ഷണം കൊടുത്താൽ അത് അയ്യപ്പന് കൊടുത്താൽ എഴുമുടിക്കെട്ട് വേണ്ടി 41 ദിവസം വ്രതം നോറ്റ് വരുന്ന അയ്യപ്പൻ, ഈ കുണ്ടും കുഴിയും താണ്ടി കല്ലും മുള്ളും ചവിട്ടി കഷ്ടപ്പെട്ട് വരുന്ന അയ്യപ്പന് കൊടുത്താൽ അതൊരു പുണ്യകർമ്മമാണ്. കാരണം അത് അയ്യപ്പന് മുമ്പിൽ വെക്കുന്ന നിവേദ്യമാണ് എന്നാണ് കൊടുക്കുന്നയാളിൻ്റെ സങ്കല്പം. അതുകൊണ്ട് അത് അയ്യപ്പ സേവയാണ്, ഭക്തജന സേവയല്ല, അയ്യപ്പ സേവയാണ്. ആ അയ്യപ്പ സേവ നടത്താൻ ധാരാളം ആളുകൾ തയ്യാറാണ്. അവിടെ ഒരു ആശുപത്രി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭ
ആയ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന അമൃതാനന്ദമയോടാണ് അവരെ അവിടെ നിന്ന് ഓടിച്ചു. സത്യസായി ട്രസ്റ്റുകാർ ഇപ്പോഴും സൗജന്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നവരാണ്. എത്രയോ ആൾക്ക് സൗജന്യമായിട്ട് ചെയ്യുന്നവരാണ്. അവർ ശബരിമലയിൽ എത്തിയതാണ്, അവരെ ഓടിച്ചു. ഭാരത് സേവക് സമാജം എന്ന് പറയുന്ന സന്യാസിമാരുടെ ഒരു വലിയ പ്രസ്ഥാനം കൽക്കട്ടയിലുണ്ട്. എല്ലാ മണ്ഡലപ്രദ മകരവിളക്ക് കാലത്തും സന്യാസിമാരവിടെ വന്ന് സേവന പ്രവർത്തനം നടത്തും. ഏത് വെള്ളപ്പൊക്ക സ്ഥലത്തും വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തും സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അവർക്ക് ഒരു മടിയുമില്ലാതെ പണിയെടുക്കുന്നവരാണ്. അവരെ ഓടിച്ചു. അവർക്ക് കിടക്കാൻ സ്ഥലം കൊടുക്കില്ല, ഇരിക്കാൻ സ്ഥലം കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല. എന്ത് ചെയ്യും? അവരാ നീലിമലയുടെ മുകൾ അപ്പാച്ചിമയുടെ ഭാഗത്തെല്ലാം വരുന്നവരെ കൈക്ക് പിടിച്ച് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു വലിയ സേവന പ്രവർത്തനം നടത്തിയവരാണ്. അയ്യപ്പ സേവാ സംഘവും അയ്യപ്പ സേവാ സമാജവും ഇന്ന് ശബരിമലയിലില്ല. അവിടെ സ്ട്രെച്ചർ സർവീസ്. ഇപ്പോൾ 1-ാം തീയതി നട തുറന്ന അന്ന് ഒരു ചേച്ചി അവിടെ ഒരു മാളികപ്പുറം അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു സ്ട്രെച്ചർ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. ആ സ്ട്രെച്ചർ സർവീസ് അവിടെ ഉണ്ടായിരുന്നല്ലോ. സേവന പ്രവർത്തനങ്ങൾ അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. എന്തുകൊണ്ട്? ഇപ്പോൾ എല്ലാത്തിനും ശമ്പളം കൊടുത്ത ആളുകളെ ഇറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുകയാണ്. 5000-10,000 പേര് DYFIക്കാർ, പാർട്ടിയുമായി ബന്ധമുള്ള ആൾക്കാർ മാത്രം എടുക്കും. അങ്ങനെയുള്ളവരെ എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള കൂലി ദിവസവും നിശ്ചയിച്ച് കൊടുത്തിട്ട് അവരവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനും ആളില്ല. അങ്ങനെ, കാരണം അവരൊരു സേവനമായിട്ട് വന്നവരല്ല, അവർ ശമ്പളത്തിന് വേണ്ടി വന്നവരാണ്. അങ്ങനെ ശമ്പളം കൊടുത്ത് എല്ലാവരും ഇവൻറ്റ് മാനേജ്മെൻറ്റായി ശബരിമലയിലെ കാര്യങ്ങൾ മാറി. ദേവസ്വം ബോർഡ് ഇപ്പോൾ എങ്ങനെയാണോ ഇപ്പോൾ വന്ന് കല്യാണങ്ങളും ഇവിടെ പല ഓഡിറ്റോറിയത്തിലൊക്കെ നടക്കുന്നത്, അത് നടത്താൻ പണ്ട് ബന്ധുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു. കാരണം അതിൻ്റേതായ ഒരു തരിമയുണ്ടായിരുന്നു. ബന്ധുമിത്രാദികളെല്ലാവരും ഒരുമിച്ച് കറിയരിയുമായിരുന്നു, വിളമ്പുമായിരുന്നു, സ്വീകരിക്കാൻ അവരുണ്ടാകും. എല്ലാവരും പഴയ കാലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് സംസാരിച്ച് ഇരിക്കുമായിരുന്നു. അപ്പം അതെല്ലാം കോൺട്രാക്റ്റാണ്. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് രാജാണ് ഇന്ന് വാസ്തവത്തിൽ ശബരിമലയിൽ. അവരാണ് നിശ്ചയിക്കുന്നത്, എന്ത് വേണം എന്ന് നിശ്ചയിക്കുന്നവരാണ്. അപ്പോൾ ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഈ അരവണയൊക്കെ എന്തായിരിക്കും എന്ന് ആർക്കറിയാം. ഈ അരവണ തന്നെ അതിൻ്റെ പേറ്റൻറ്റ് എടുത്തുകൊണ്ട് പോയതുപോലും ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണ്. കാരണം അവർക്കിതിൽ ആര് ശ്രദ്ധിക്കാനാണ്. എന്നിട്ട് ആ കേസ് പോലും നേരാൻ വണ്ണം നടത്തിയില്ല. പിന്നെ ആ അരവണയുടെ പേര് എടുക്കാൻ ശ്രമിച്ച ആൾക്കാർ സ്വയം അതിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ അരവണ എന്നുള്ള പേര് പോലും ഉണ്ടാവില്ലായിരുന്നു. ഇതാണ് അവിടുത്തെ സ്ഥിതി. കാരണം അവിടുത്തെ സംബന്ധിച്ചിടത്തോളം വൃശ്ചി 1-ാം തീയതി തലേ ദിവസം അവിടത്തേക്ക് പെയിൻ്റ് അടിക്കുന്നയാളും വൈറ്റ് വാഷ് ചെയ്യുന്നയാളും മറ്റുള്ള കോൺട്രാക്ടർമാരും എല്ലാവരും അങ്ങോട്ട് ഇരച്ച് കയറി എത്തും. ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും ഒക്കെ എത്തി അവിടെ ഒരു 2-2.5 മാസക്കാലം ഒരു വലിയ മാമാങ്കം അവിടെ നടത്തി. കുറേ പുതിയ പോലീസുകാർ, പുതിയ ആൾക്കാർ, എല്ലാം പുതിയ ആളുകളാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണെങ്കിൽ 2 വർഷക്കാലമാണ്. അദ്ദേഹം ഇത് 1 വർഷക്കാലം പഠിക്കുകയാണെന്ന് പറയും. അടുത്ത വർഷമാകും പറയും എനിക്ക് പോകാറായെന്ന് പറയും. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരതയുള്ള ഒരു എന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മോണിറ്റർ ചെയ്ത് ഈ കാര്യങ്ങൾ ഭംഗിയായി മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. അതില്ലാത്തതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം താൽക്കാലിക സംവിധാനങ്ങളാണ്. ഈ താൽക്കാലിക സംവിധാനത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പ്രശ്നം താൽക്കാലികമല്ല, പ്രശ്നം എന്നേക്കുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ താൽക്കാലിക പരിഹാരം ഉണ്ടായാൽ പോരാ. പിന്നെ അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുമില്ല, വികസനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. ശബരിമലയിൽ എന്താണ് അയ്യപ്പന്മാർക്ക് വേണ്ടത് എന്നുള്ളതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ചില ആളുകളാണ്. നഗരവൽക്കരണവും നഗരാസൂത്രണവും നടത്തിയിട്ടുള്ള ആളുകളാണ് ശബരിമലയിൽ കാട്ടിലെ ഈ ഒരു ക്ഷേത്രത്തിൽ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ വരുന്നു. അവർക്ക് അയ്യപ്പൻ്റെ സങ്കല്പം എന്താണെന്നോ ഒരു കാനന ക്ഷേത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ഒരു കാഴ്ചപ്പാടില്ല. ഇവിടെ കാഴ്ചപ്പാട്, വീക്ഷണം, സമീപനം ഇതെല്ലാം മാറണം. അടിമുടി മാറി ഒരു സമഗ്രമായ ഒരു സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാകണം, ഒരു മാറ്റം ഉണ്ടാകണം. അതിലൂടെ മാത്രമേ അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ടുള്ളത് അവരുടെ ഹൃദയത്തിൽ എങ്ങനെയാണോ ഇവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ച് ശബരിമലയെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെ ഒപ്പം തന്നെ സംഭവിക്കുന്ന വലിയ കാര്യം, ഇപ്പം നമ്മളിപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ശബരിമല എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിൻ്റെ ആശ്വാസ കേന്ദ്രത്തിൻ്റെ വിശ്വാസം ഇല്ലാതാക്കുന്ന വലിയ പ്രവർത്തനം. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം തേൻ കൊണ്ടുവന്നത് ആസിഡ്
നിറയ്ക്കുന്ന പാത്രത്തിനകത്താണ് തേൻ കൊണ്ടുവന്നാണ്. ഇതുപോലെ തന്നെ ശർക്കരയുടെ കാര്യത്തിലുണ്ടായിരുന്നു, ഏലം പോലെയുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലെയും നെയ്വിളക്കുകൾക്കും എണ്ണ വിളക്കുകൾക്കും ഇതിനും ഈ പറഞ്ഞ തരത്തിലുള്ള ചില പോരായ്മകളോ അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യാജ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും കൊണ്ടെന്നാണ് പൊതുവെ ചില വാർത്തകൾ കാണുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ശബരിമല മാത്രമല്ലാതെ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ഭരണകാര്യങ്ങളിൽ ഈ തരത്തിൽ ചില പോരായ്മകൾ ഉണ്ടാകുന്നില്ല. നേരത്തെ രായട്ടൻ പറഞ്ഞ കോൺട്രാക്ട് രാജ് എന്ന് പറയുന്ന സംവിധാനം അത് കൊണ്ടുവരുന്നതല്ലേ ഈ ക്വാളിറ്റിയിലെയും എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളിൽ ലംഘിച്ചു കൊണ്ടുപോകുന്നത്? അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാനാവുന്നത്? എന്താണ് അതിനകത്തൊരു? അവിടെ എല്ലാം ബിസിനസ്സാണ്. കാരണം ഒരു വാണിജ്യ കേന്ദ്രം എന്നുള്ളതുപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നെയ്യ്, ശരിക്കും വാസം പറഞ്ഞാൽ നെയ്യ് അയ്യപ്പന്മാർ കൊണ്ടിരുന്ന എന്തിനാ നെയ്യ് വിലയ്ക്ക് വാങ്ങിക്കും? ഓരോ വർഷത്തെ കണക്കെടുത്ത് നോക്കിയോ, നെയ്യ് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ നെയ്യ് വാങ്ങും അപ്പത്തിന് അരവണയ്ക്കൊക്കെ വേണ്ടി. ഇനി അവിടെ അയ്യപ്പന്മാർ കെട്ടിക്കൊണ്ടിരുന്നത് അരിയാണ്, എത്രയോ അരിയാണ് അവിടെ കിടക്കുന്ന, ചാക്കണക്കിന് അരിയാണ്. പക്ഷേ എന്തിനാണ് അന്നദാനത്തിന് അരി അതിനൊക്കെ എല്ലാം വിലയ്ക്ക് വാങ്ങിക്കും. ഇപ്പോൾ അന്നദാനത്തിന് 41 രൂപ കിലോയ്ക്ക് വെച്ചാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് ചെയ്യാൻ എത്രയോ ഒന്നും വേണ്ട, ഒന്നും തരണ്ട, ഇവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുത്തോളാന്ന് പറയുന്നു. അപ്പോൾ 41 രൂപ വെച്ച് 1 കിലോയ്ക്ക് എത്രയോ ടൺ കണക്കിന് അരി വാങ്ങുകയാണ്. അപ്പോൾ അതൊരു ബിസിനസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതൊരു കോൺട്രാക്റ്റ്, അതൊരു കച്ചവടം, അതവിടെ നടക്കുകയാണ്. നെയ്യ് അതൊരു കച്ചവടം. ഇങ്ങനെ ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഭക്തജനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അവിടുന്ന് പൂ വിലയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല, അവിടുത്തെ ഏലക്ക വിലയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല, പഴവർഗ്ഗങ്ങൾ ഒന്നും തന്നെ വിലയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല, ആവശ്യത്തിലുള്ള പാല് തരാൻ തയ്യാറാണ്. എല്ലാം അയ്യപ്പന് വേണ്ടി കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട്. 1 രൂപ പോലും വിലയ്ക്ക് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്താണ് ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ നിങ്ങൾ വാങ്ങിക്കും? അയാൾ ഇതെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലാഭത്തിന് വേണ്ടിയാണ്. അപ്പോൾ അയാൾ ഏറ്റവും ലോ ക്വാളിറ്റി സാധനം കൊടുക്കും. ശർക്കര എത്രയോ പ്രാവശ്യം ശർക്കര ചോർന്ന് ഉരുകി താഴെ വീഴുന്ന ആ ശർക്കര പമ്പയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോയിട്ട് എത്രയോ പ്രാവശ്യം ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ പിടിച്ചിട്ടുണ്ട്. ആ കേസുകളൊക്കെ ഇപ്പോൾ ഇടംവരെയായി. ഹലാൽ ശർക്കര ഒരിക്കലും അതായിരുന്നു. ഹലാൽ രേഖപ്പെടുത്തിയ ശർക്കര അവിടെ ശബരിമലയ്ക്ക് എന്തിനാണ് ആവശ്യം? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ ചില ശക്തികളുണ്ട്. ശബരിമലയെ എങ്ങനെയും ഒരു കുളമാക്കണം, ലാഭം കൊയ്തെടുക്കണം, അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്താൻ ആർക്ക് സാധിക്കും? ഭരണാധികാരിക്ക് സാധിക്കും? ഇല്ല. 2 വർഷത്തേക്ക് ഭരിക്കാൻ വരുന്ന ദേവസ്വം ബോർഡ് സാധിക്കും? അതുമില്ല. അപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഈ അത്രയും സ്ഥലത്തൊരു 75 ദിവസക്കാലത്ത് നടക്കുന്ന ഒരു തീർത്ഥാടനത്തിലൂടെ, അതായത് ഒരു നവംബർ 15 തൊട്ട് ജനുവരി 22 വരെ നടക്കുന്ന ഒരു തീർത്ഥാടന കാലത്ത് എത്ര കോടികൾ അവിടെ വന്ന് മറിയുകയാണ്. സർക്കാരിനുമാണ് ഈ 3 മാസക്കാലം കൊണ്ടാണ് സർക്കാരിൻ്റെ ഖജനാവെന്ന് അറിയുന്നത്. KSRT നിലനിന്ന് പോകുന്നത് കൊണ്ടാണ്. KSRTC എന്തിനാണ് നിലയ്ക്കൽ നിന്ന് പമ്പ വരെ 50 രൂപ വാങ്ങിക്കേണ്ട കാര്യം എന്താണ്? കൊള്ള ലാഭമാണ്. അവർക്കിടെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക. ഇലക്ട്രിസിറ്റി ബോർഡ് എന്തിനാണ് യൂണിറ്റിന് 15 രൂപ വെച്ച് വാങ്ങിക്കുന്നത് ശബരിമലയിൽ? അപ്പോൾ അവർക്കും വേണം ലാഭം. കാരണം നഷ്ടത്തിലാണ്. എപ്പോഴാണത് പൂട്ടുന്നതെന്ന് അറിയത്തില്ല. രക്ഷപ്പെടാൻ ഇതേ ഉള്ളൂ. വാട്ടർ അതോറിറ്റിക്കാർ, അവിടെ നാച്ചുറൽ ഫ്ലോയിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ശബരിമല. ഒരു പമ്പിൻ്റെ ആവശ്യമില്ല. കുന്നാർ ഡാമിൽ നിന്ന് നേരെ വെള്ളം വരികയാണ്. ഡാമിൻ്റെ പൊക്കം ഒന്ന് കൂട്ടിയാൽ കൂടുതൽ വെള്ളം ശേഖരിക്കാം. അത് ശബരിമല എത്തുമെങ്കിൽ നേരെ പമ്പയിലേക്ക് വെള്ളം നാച്ചുറൽ ഫ്ലോയിൽ പോകില്ലേ? എന്തിനാണ് ഇവിടെ വാട്ടർ അതോറിറ്റി വലിയ 3 ടാങ്കുകൾ വെച്ച് അവിടെ വലിയ മോട്ടർ കൊണ്ട് വെച്ചിട്ട് അത് അടിച്ചടിച്ച് ശബരിമല കൊണ്ടുവരികയാണ്? എന്തിനാണ്? അപ്പോൾ വാട്ടർ അതോറിറ്റിയെ രക്ഷപ്പെടുത്തണം. വാട്ടർ അതോറിറ്റിക്ക് ഇതിൻ്റെ പേരിൽ നല്ലൊരു തുക കൊടുക്കണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾക്ക് പണമുണ്ടാക്കി അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കിട്ടുന്നൊരു അവസരമാണ് ശബരിമല കൊണ്ടുവരുന്നത്. ഞങ്ങളുടെയൊക്കെ കോട്ടയത്ത് പലപ്പോഴും പറയാറുണ്ട് അയ്യപ്പൻ കോളായി. റാന്നി ആ മേഖലകളിലൊക്കെ പറയാറുണ്ട് അയ്യപ്പൻ കോളാണ് എന്ന് പറഞ്ഞാൽ ഒരു ചായക്കട ഇടുന്നതും 10 പേർക്ക് തൊഴിലുണ്ടാകുന്നതും ഇത് അനുബന്ധമായിട്ട് ഈ എരുമേലി അല്ലെങ്കിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ എല്ലായിടത്തും റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകമ്പോളങ്ങളെല്ലാം തുടങ്ങി അവർക്ക് ഒരു വർഷത്തേക്ക് ജീവിക്കാൻ കിട്ടുന്ന ഇതാണ്. അത് തെറ്റല്ല. അതിനെയാണ് സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്നത്. മോഡി സർക്കാർ ചെയ്യുന്നത് അതാണ്.
സ്പിരിച്വൽ എക്കണോമി. ഈ പിൽഗ്രീം സെൻറ്റേഴ്സിലേക്ക് ആളുകൾ ധാരാളം വരണട്ടെ, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ ആളുകൾ വരുമ്പോൾ ഗവൺമെൻറ്റിന് വരുമാനം കൂടും. ഇവിടെ ഗവൺമെൻറ്റിന് ഓരോ വർഷം വരുമാനം കൂടുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 20 ലക്ഷം വണ്ടികൾ വന്നു. 20 ലക്ഷം വണ്ടികൾ വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ രേഖയുണ്ട്. തീർത്ഥാടന കാലത്ത് അവർ നിലയ്ക്കലിന് മുമ്പ് അവരുടെ ഒരു വലിയ പോയിന്റ് അവരിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. വരുന്ന ഓരോ വണ്ടി എത്രയുണ്ടെന്നുള്ള അവിടെ കണക്കുണ്ട്. അപ്പോൾ ഈ 20 ലക്ഷം വണ്ടി വന്നാൽ ഒരു വണ്ടി ഒരു 1000 രൂപയുടെ ഡീസൽ അടിച്ചാൽ അല്ലെങ്കിൽ പെട്രോൾ അടിച്ചാൽ 1000 രൂപയുടെ അടിച്ചാൽ 500 രൂപ സർക്കാരിനല്ലേ, പല വിധത്തിലുള്ള ടാക്സ് ഇനത്തിൽ കിട്ടുന്നതല്ലേ. ഇതുപോലെ അയ്യപ്പന്മാർ ഓരോ സ്ഥലത്തും ആഹാരം കഴിക്കുമ്പോൾ അതാണ് സ്പിരിച്വൽ എക്കണോമി. സ്പിരിച്വൽ സെൻറ്റേഴ്സിൽ ആവശ്യമായിട്ട് ഇപ്പോൾ കാശി, കേദാർനാഥ് അല്ലെങ്കിൽ അയോധ്യ ഇതൊക്കെ വന്നതോടുകൂടി എത്രയോ സ്ഥലങ്ങൾ, എത്ര വിമാനത്താവളങ്ങളുണ്ടായി, എത്ര പേർക്ക് തൊഴിലായി, എത്ര പേർക്ക് ജീവനോപാധിയായി. ഗവൺമെൻറ്റിന് എന്തുമാത്രം റവന്യൂ വരുമാനം വർദ്ധിച്ചു. കോടികളോ, ഒരു കുംഭമേളയിൽ കൂടി കോടികളോ. അപ്പോൾ ഇവിടെ എന്താ, ഗവൺമെൻറ് കിട്ടാനുള്ളതൊക്കെ പിഴിഞ്ഞെടുക്കും. അയ്യപ്പന്മാരിൽ നിന്ന് പിഴിഞ്ഞെടുക്കും. ഒന്നും തിരിച്ചു കൊടുക്കില്ല, ഒരു സൗകര്യം ചെയ്തു കൊടുക്കത്തില്ല. അപ്പോൾ പരമാവധി പോട്ടെ, ഇങ്ങോട്ട് വരട്ടെ എന്നല്ല, ഒന്നും കൊടുക്കില്ല. എടുക്കുക എന്നുള്ളതല്ല, കൊടുക്കുകയില്ല. അപ്പോൾ വരുമാനം എടുക്കുകയും ചെയ്യും, അഴിമതിയിലൂടെ വൻ തട്ടിപ്പ് നടത്തി പണം ഉണ്ടാക്കുകയും ചെയ്യും. ഈ രണ്ടും കൂടി ഒരേ സമയം ഈ രണ്ടും കൂടി ശബരിമലയിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഇതെല്ലാ കാലവും അങ്ങനെ നടക്കില്ല. വ്യവസ്ഥിതി മാറിയാൽ ഇതെല്ലാം താനെ മാറി വരും. ശബരിമലയിൽ വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ, ഇടത്താവളങ്ങളെല്ലാം വികസിപ്പിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് റവന്യൂ വരുമാനം കൂടും. 100 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത് ഈ ബേസിക് കമ്മ്യൂണിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് അയ്യപ്പന്മാർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനാണ്. അതിൽ 20 കോടി രൂപ ആദ്യത്തെ ഗഡു വാങ്ങിയിട്ട് എന്ത് ചെയ്തു? ഇതേവരെ അതിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ അടുത്ത ഗഡു കിട്ടും. അപ്പോൾ അതിലൊന്നും താല്പര്യമൊന്നുമില്ല. കാരണം അല്ലാതെ തന്നെ പണമുണ്ട്, ഇവിടെ കിട്ടും, അവരുടെ ലക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. അതെ, കോൺട്രാക്ടർമാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരിൽ നിന്നും അറിയാമല്ലോ. ഇന്നലെ ആരോ പറഞ്ഞല്ലോ, ഒരു മേൽശാന്തി നിയമനത്തിൽ പോലും വലിയ അഴിമതിയാണ് നടക്കുന്നത്. കാരണം അതൊക്കെ പവിത്രമായിട്ട് കരുതുന്ന അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ പറയാനും. ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് നടക്കുന്നത് കോടതിയുടെ ഒരു മേൽനോട്ടത്തിലായതുകൊണ്ട് നമുക്ക് ചില വിശ്വാസങ്ങളും ആശ്വാസങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന സർക്കാരിൽ ചില നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ നടത്തുന്ന അന്വേഷണങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ടാവുമെന്ന്, എത്രമാത്രം അത് ആത്മാർത്ഥതയുള്ളതാകുമെന്ന് നമുക്കൊരു ആശങ്കയുണ്ട്. പക്ഷേ കോടതിയുടെ മേൽനോട്ടം വഹിക്കുന്നതുകൊണ്ട്. പക്ഷേ രാജേട്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള മാഫിയ സംഘങ്ങൾ, പലതരത്തിലുള്ള ഗൂഢാലോചനകൾ, വിവിധമായ പദ്ധതികൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണത്തിന് അപ്പുറത്തേക്ക് ഒരു വിപുലമായ അന്വേഷണം ആവശ്യമില്ലേ? അതാണെങ്കിൽ അത് എങ്ങനെ നേടിയെടുക്കാനാവും? ഇത് SIT ഇപ്പോൾ രൂപീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിന് പരിധിയും പരിമിതിയുണ്ട്. കാരണം ഇതൊരു അന്തർദേശീയ തലത്തിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചനയും അതുപോലെ തന്നെ പങ്കാളിത്തവുമുള്ള ചില ശക്തികൾ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് വ്യക്തമാണ്. കാരണം ഈ സ്വർണം എവിടെ പോയി എന്ന് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. ആരുടെ കയ്യിലാണ്, അവരെന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. അതാരിൽ നിന്ന് ഈടാക്കും? ഭക്തജനങ്ങളുടെ ആവശ്യം അതാണ്. ഭക്തജനങ്ങൾക്ക് പോയ സാധനം കിട്ടണം. അതിന് ഉത്തരവാദികളെ പിടികൂടിയാൽ മാത്രം പോരാ, അവരെ ശിക്ഷിച്ചുകൊണ്ട് മാത്രമായില്ല. ഈ സാധനം എവിടെ? ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം സമാദരിക്കുന്ന, അല്ലെങ്കിൽ അവർ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഈ ദ്വാരപാല വിഗ്രഹത്തിൻ്റെ സ്വർണ്ണപ്പാടുകളും, അല്ലെങ്കിൽ അവിടുത്തെ പവിത്രമായി അവർ കരുതുന്ന വാതിൽ, അതിൻ്റെ കട്ടളയും വാതിലും ഒക്കെ സ്വർണ്ണപ്പാളികളും ഒക്കെ എവിടെ? അതാര് എവിടെ കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കണ്ടെത്തിയേക്കാം. പക്ഷേ അതിൻ്റെ ശരിയായ അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. അത് ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഏജൻസികൾ അതിൻ്റെ പിന്നിലുണ്ടാവാം. അങ്ങനെയുള്ള വലിയ മാഫിയ സംഘങ്ങളുണ്ടാവാം. അതുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ അന്തർദേശീയ തലത്തിൽ കുറ്റാന്വേഷണ സംവിധാനമുള്ള ഏജൻസികൾക്ക് കേസ് അന്വേഷിച്ചാലേ സാധിക്കുകയുള്ളൂ. സംസ്ഥാനാന്തര ബന്ധമുള്ള അന്തർദേശീയ തലത്തിൽ വ്യാപകമായ ഇതുപോലുള്ള ഇടപാടുകൾ നടത്തുന്ന സംഘങ്ങളെ പിടികൂടണമെങ്കിൽ കുറ്റാന്വേഷണ ഏജൻസി ഒരു ദേശീയ തലത്തിലുള്ളതായിരിക്കണം.
എങ്കിലേ സംസ്ഥാനാന്തര ബന്ധമുള്ള ഏജൻസികൾ കണ്ടുപിടിക്കാൻ പറ്റും. ശരിയാണ്. SIT ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന SITക്ക് പരിമിതികളുണ്ട്. അവർ ഇപ്പോൾ ബാംഗ്ലൂരോ ബോംബെയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഹൈദരാബാദിലോ ഒക്കെ പോയി കറങ്ങിയിട്ടെങ്കിൽ പോരാന്നുള്ളതേ ഉള്ളൂ. അവർ മറ്റൊരു ഗവൺമെൻറ്റിനെ ആശ്രയിക്കണം. CBIക്കോ അങ്ങനെയുള്ള ഏജൻസികൾക്ക് ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടേതായ പ്രവർത്തന സംവിധാനം അന്തർദേശീയ തലത്തിൽ വരെയുണ്ട്. ഇൻ്റർപോളിനെ പോലും വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ അവർക്ക് സാധിക്കും. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലല്ല, പ്രതികളെ പിടികൂടുന്നില്ല, അങ്ങനെയൊന്നും അതേക്കുറിച്ച് ഇപ്പോൾ പറയാറായിട്ടില്ല, കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പരിധികളും പരിമിതികളും ഉണ്ട് എന്ന് ഉള്ള ആ ഒരു കുറവ് അത് മനസ്സിലാക്കി ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണത്തിന് വലവീശി പ്രതികളെ പിടിക്കാൻ, അതുപോലെ തന്നെ തൊണ്ടി സാധനങ്ങൾ കിട്ടാൻ വേണ്ട ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. അതിന് കോടതി അതിന് തയ്യാറാവേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ കേസ് അട്ടിമറിക്കാൻ കേരള ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഈ ഇപ്പോഴത്തെ ദ്വാരപാലക അവിടെ നിന്ന് ഇളക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് വളരെ പെട്ടെന്ന് അപ്പോഴാണ് ഇതിൻ്റെ അകത്ത് 4 കിലോ കാണാനില്ല എന്നൊക്കെ മനസ്സിലാകും. ഒന്ന് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ്, ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് എന്തിനാണ് ഇത് ഇളക്കിയത്, എന്തിനാണ് എടുത്തത്? അതും 20-ാം തീയതി അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. അപ്പം അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് എന്തിനത് ഇളക്കി കൊണ്ടുപോയി? അപ്പോൾ ഒന്നത്. 2, ഇളക്കിയിട്ട് ഇത് ആരെ ഏൽപ്പിച്ച്? 40 വർഷത്തെ ഗ്യാരൻ്റി ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് വെച്ച് ആ ആളിനെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്തയാളാണ്, അതായത് ചീറ്റ് ചെയ്തയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തന്നെ വീണ്ടും എന്തിനാ ഏൽപ്പിക്കുന്നു? അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ കുറ്റകൃത്യങ്ങളുമായി ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡിന് ബന്ധമുണ്ടെന്നുള്ള വ്യക്തമാണ്. ഇനി രണ്ടാമത്, ഇതെല്ലാം കഴിഞ്ഞ് ഇത് സംബന്ധിച്ചുള്ള പരാതി പമ്പ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ്. ഇത് കോടതിക്ക് മനസ്സിലായി എന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നുള്ളത്. കാരണം കൊടുത്ത് FIR ഇട്ടിരുന്നെങ്കിൽ ഈ ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റില്ലായിരുന്നു. ശരി ശരി. അപ്പോൾ അത് മനഃപൂർവ്വം 2 പേരെ കൊണ്ട് അവിടെ പരാതി കൊടുപ്പിച്ചു. ദേവസ്വം ബോർഡ് തന്നെ മുൻകൈ എടുത്ത് പരാതി കൊടുത്തു. എന്തിനാണ്? അത് അട്ടിമറിക്കാനാണ്. ദേവസ്വം ബോർഡ് ഇത് ചെയ്തു എന്ന് മനസ്സിലാക്കിയ അന്ന് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്ന് നിയോഗിച്ചില്ലായിരുന്നെങ്കിൽ FIR ഇട്ട് പമ്പ പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് കേരള പോലീസ് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഈ പത്മകുമാറിനെയോ അല്ലെങ്കിൽ ഈ വാസുവിനെയോ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ കേസ് ഈ ദിശയിൽ പോവില്ലായിരുന്നു. അപ്പോൾ കേരള ഗവൺമെൻറ് അട്ടിമറിക്കാൻ ശ്രമിച്ച് പല കുറ്റവാളികളെയും പല CPMൻ്റെ നേതാക്കന്മാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കേരള ഗവൺമെൻറ് ശ്രമിച്ചത്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ ഇതെല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ കാണുന്നതെല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതൊന്നും കേരള ഗവൺമെൻറ്റിൻ്റെ കഴിവോ കേരള ഗവൺമെൻറ് കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ള തീവ്രമായ ആഗ്രഹമോ ഇച്ഛയോ ഒന്നുമില്ല. അവർക്കിത് ഏതെങ്കിലും വിധത്തിൽ വഴിതിരിച്ചു വിടണമെന്നായിരുന്നു ആഗ്രഹം. അല്ലെങ്കിൽ ഇത് പണ്ടേക്ക് കണ്ടെത്തേണ്ടതല്ലേ? എന്തിനാണ് 2019 അന്ന് ഇത് ഇളക്കി കാണിച്ചു. അന്ന് പറഞ്ഞിരുന്നത് 40 വർഷത്തെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ കുറ്റം ചെയ്തയാളെ തന്നെ വീണ്ടും വേറൊരു കുറ്റം ചെയ്യാനായിട്ട് അറിഞ്ഞുകൊണ്ട് ഏൽപ്പിക്കില്ല. നീ അത് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് 2 തെറ്റ് ചെയ്തു. ഒന്ന്, ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഈ സാധനം പുറത്ത് കൊണ്ടുപോയി. 2, ഹൈക്കോടതി അറിയിച്ചില്ല. ഹൈക്കോടതി അറിയിക്കണം നിയമമുള്ളതാണ്. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അറിഞ്ഞുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞു തിരിച്ചുകൊണ്ട് വെച്ചു. തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചല്ലോ. അതായത് തുലാം 1-ാം തീയതിക്ക് മുമ്പ് കൊണ്ട് തിരിച്ചുകൊണ്ട് വെച്ചു. ഇതൊരു തൊണ്ടി സാധനമാണ്. എന്തിനാണ് അവിടെ കൊണ്ടുവെക്കുന്നത്? കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കണ്ടില്ലേ SIT വന്നിട്ട് അത് ഇളക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കിയില്ലേ? എന്താ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. കൊണ്ടുവച്ചിട്ട് അത് ഇളക്കി മാറ്റേണ്ടി വന്നു. 1-ാം തീയതി വൃശ്ചികം 1-ാം തീയതി തന്നെ അത് ഇളക്കി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നെ ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ പങ്കിട്ടു. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇതൊക്കെ ചെറുമീനുകളാണ്
ഇനി വമ്പൻ സ്രാവുകൾ കിടപ്പുണ്ട്. ഇതിൻ്റെ പ്രേരണാസ്രോതസ്, ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം എവിടെയാണ്? അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ശബരിമലയ്ക്കെതിരായി നടക്കുന്ന വൻകൂട ശക്തികളുടെ പ്രവർത്തനം എത്രമാത്രം വിപുലമാണ്, വ്യാപകമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ളത് അറിയാൻ പോകുന്നു. അതും അയ്യപ്പനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ഗവൺമെൻറ്റോ പോലീസോ ആര് വിചാരിച്ചാൽ നടക്കില്ല. ഒരു പുതിയ ഒരു പ്രസിഡന്റ് വന്നിരിക്കുന്നു. അദ്ദേഹം ഇതുവരെ ഇല്ലാത്ത രാഷ്ട്രീയ അതീതനാണ്, രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തനായ ആളാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും. ശരി, അതെന്തുമാകട്ടെ, നമുക്ക് കാണേണ്ടതാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാവും? വാസ്തവത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ശബരിമലയുടെ കാര്യങ്ങൾക്കെല്ലാം ഭക്തന്മാരുടെ വിശ്വാസപ്രകാരം ശബരിമലയുടെ ക്ഷേമത്തിനും ധർമ്മത്തിനും അനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷേ എത്രമാത്രം ഈ ഒരു പരിമിതമായ രാഷ്ട്രീയ ശക്തികളുടെ എല്ലാം ഒരു നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിൽ എത്രമാത്രം അദ്ദേഹത്തിന് ചെയ്യാനാവും? അതിലൊന്നും ചെയ്യാൻ ആവില്ല. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിതമാണ്. ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അദ്ദേഹം വലിയ മഹാനായ ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കവിയാണ്, ഒക്കെ ശരിയാണ്, നല്ല മനസ്സാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് ബന്ധനം തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇതേവരെ ചെയ്തിരുന്ന തെറ്റുകൾ ആവർത്തിക്കില്ല. അപ്പോൾ ഇതേവരെ തെറ്റുകളാണ് ചെയ്തത്. ശരി, അങ്ങനെയാണെങ്കിൽ ആ തെറ്റ് ചെയ്തത് ആരാണ്? അതും കൂടെ ഭക്തജനങ്ങളോട് പറയണം. അദ്ദേഹം ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. ഇതേവരെ ഉണ്ടായിരുന്ന ഒരു കുഴപ്പങ്ങളും ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഇതേവരെ കുഴപ്പങ്ങളായിരുന്നു. ആ കുഴപ്പം ആരാ നടത്തിയത്? ഈ ഒരു സ്വർണ്ണക്കാര്യം മാത്രമേ ഉള്ളൂ. ദേവസ്വം വഴി ഒട്ടേറെ കുഴപ്പങ്ങളുണ്ടായിരുന്നു അദ്ദേഹം. ശരി, അദ്ദേഹം ഒരു കാര്യം തുറന്നു പറയുകയാണ്. ശരി, അങ്ങനെ പറഞ്ഞാൽ മതിയോ? അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ആ കുഴപ്പങ്ങൾ കണ്ടെത്തിയവരെ പിടികൂടണം. ഇനി മുതൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അറിഞ്ഞിട്ട് അജണ്ടകൾ നിശ്ചയിക്കാവുള്ളൂ. അപ്പോൾ ഇതേവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെയാണ് അജണ്ടകളെല്ലാം നിശ്ചയിച്ചിരുന്നത്. കുത്തഴിഞ്ഞതായിരുന്നു. ആരായിരുന്നു ഇതൊക്കെ ചെയ്തത്? അപ്പോൾ ദേവസ്വം ബോർഡിൽ കുത്തഴിഞ്ഞ ഭരണം ആണ് ഇതേവരെ നടന്നത്. അത് നടന്നതിന് ഉത്തരവാദി ആരൊക്കെയാണ്? പറയട്ടെ. കഴിഞ്ഞ എത്രയോ നാളുകൾ, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവർ തന്നെയല്ലേ ഭരിക്കുന്നത്. ഇതിനു മുമ്പ് പ്രശാന്ത്, അതിനു മുമ്പ് അനന്തഗോപൻ, പിന്നെ പത്മകുമാർ, അതിനു മുമ്പ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ഈ ക്ഷേത്രത്തെ വികലമാക്കി, ശിഥിലമാക്കി, ദുർഭരണം നടത്തി. ദുർഭരണമായിരുന്നു എന്നല്ലാതെ ഞാൻ ഈ സൽഭരണമാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതേവരെ ദുർഭരണമായിരുന്നു. അതെ, അതിനാരാണ് ഉത്തരവാദി? അതറിയണല്ലോ. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ പുതിയൊരു വ്യാഖ്യാനം വരുന്നത്, ഗവൺമെന്റ് വേറെ ദേവസ്വം ബോർഡ് വേറെ, മന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല, ഗവൺമെന്റിന് ഇതിനകത്ത് നിയന്ത്രണമില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കുന്നത്? എല്ലാം ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. നിയമപ്രകാരം പാടില്ലാത്തതാണ്. ഇതൊരു പ്രത്യേക ആക്ട് അനുസരിച്ച് രൂപീകൃതമായിരിക്കുന്നതാണ്. ബിവറേജ് ഓപ്പറേഷൻ നടത്തുന്ന പോലെ നടത്താനുള്ളതല്ല ദേവസ്വം ബോർഡ്. അതൊരു സ്വതന്ത്ര പരമാധികാര ബോർഡാണ്. പക്ഷേ ഒരു കാരണവശാലും സർക്കാരുമായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. സർക്കാരിന് പിരിച്ചുവിടാനും പറ്റില്ല. ഒരു നടപടി സർക്കാരിന് ഇവർക്കെതിരെ നടക്കാൻ പറ്റില്ല. ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്വതന്ത്ര പരമാധികാരമുണ്ട്. പക്ഷേ ഇവർ സർക്കാരിൻ്റെ വിനീത ദാസരായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർ പറഞ്ഞയച്ചവരാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ചേട്ടാനും അനുജന്മാരാണ്. സഹോദര ബന്ധത്തോടു കൂടിയാണ് അവർ കഴിയുന്നത്. രാജാവും മന്ത്രിയും പോലെയാണ്. ദേവസ്വം മന്ത്രി പറയുന്നത് അവിടെ നടപ്പാക്കാൻ നോക്കുള്ളൂ. അവിടുത്തെ നിയമനം, അവിടുത്തെ കാര്യങ്ങൾ, ഭരണം, ഇതെല്ലാം ദേവസ്വം മന്ത്രി പറയുന്നത് കേൾക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്നാണല്ലോ പറയുന്നത്, മന്ത്രിമാർ പറയും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം അതിനെ ക്ഷണിക്കാൻ വേണ്ടി, സ്റ്റാലിനെ ക്ഷണിക്കാൻ വേണ്ടി എന്തിനാണ് ദേവസ്വം മന്ത്രി പോയത്? ശരിയാണ്, എന്തിനാ പോയത്? അങ്ങനെയാണെങ്കിൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയപ്പോൾ. ഇനി ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണക്കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന ആരാണ്? ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ ഇതിലൊന്നും അവർക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ, ആ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടി കയറണമെങ്കിൽ ദേവസ്വം മന്ത്രി വരണം. അതായിരുന്നു സ്ഥിതി. എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് ആ ദിവസം അവിടെ വരും, നട തുറക്കുമ്പോൾ അവിടെ വരും, അവലോകന യോഗം വിളിച്ചു കൂട്ടും. ഇതെല്ലാം മന്ത്രിയല്ലേ ചെയ്യുന്നത്. എന്ത് സ്വാതന്ത്ര്യമാണ് ദേവസ്വം ബോർഡിനുള്ളത്? അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ദേവസ്വം ബോർഡ് കൂടിയതിന് തീരുമാനമെടുക്കാൻ പറ്റുമോ? അവിടുത്തെ ചെറിയൊരു കാര്യം അനക്കണം എന്നുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി പറയണം. അത്ര കണ്ട് ഭരണം സർക്കാരിൻ്റെ കൈപ്പിടിയിലാണ്. ഇപ്പോൾ 1-ാം തീയതി വന്നില്ല.
ദേവസ്വം മന്ത്രി എന്തുകൊണ്ടാണ് ഒരു അഭിനയമാണ്. അതവിടെ നടക്കണം, ഞാനല്ലല്ലോ. അത് ഒരു കാപട്യമാണ്. അദ്ദേഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പ് അവിടെ വന്ന് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കേണ്ടത് മാനുഷികമായ ഒരു കാര്യമാണ്. മനുഷ്യത്വമുള്ള ദേവസ്വം മന്ത്രിയാണെങ്കിൽ അവിടെ വന്ന് അയ്യപ്പന്മാർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതിന് ഞാൻ പോയല്ലോ, ഞാൻ 1-ാം തീയതി പോയി. എനിക്ക് ഭരണമുള്ളത് കൊണ്ടാണ്, അധികാരമുള്ളത് കൊണ്ടാണ്. അതല്ലല്ലോ അവിടെ എന്ത് നടക്കുന്നു, ഏതൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ട്, നമ്മളെ കൊണ്ടാകാവുന്ന സഹായം ചെയ്തു കൊടുക്കാനാണ് പോകുന്നത്. ആ വിശ്വാസവും ഒക്കെ ഒരു ദേവസ്വം മന്ത്രിക്ക് വേണ്ടേ. ഇതിന് മുമ്പുണ്ടൊരു ദേവസ്വം മന്ത്രിയാണെങ്കിൽ അവിടെ ഒന്ന് തൊഴു പോലും ചെയ്യല. ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടും, നിയമനത്തിൽ ഇടപെടും, അവിടുത്തെ കോൺട്രാക്റ്റിൽ ഇടപെടും. പിന്നെ പറയുന്ന ആളിന് കോൺട്രാക്റ്റ് കൊടുക്കണമെന്ന് പറയും. ഇതെല്ലാം പറയുന്ന ഒക്കെ ഈ മന്ത്രി പറയുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് കോൺട്രാക്റ്റും സർക്കാർ പറയുന്നവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും കൊടുക്കാനൊക്കെ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട കാര്യമാണ്. 6.5 കോടി രൂപയുടെ അരവണയാണ് കഴിക്കാൻ സാധിക്കാത്തതാണ് എന്ന് പറഞ്ഞ് അത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് 2.5 കോടി രൂപയാണ് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഇത് എല്ലാം സർക്കാരാണ്. ഈ 2.5 കോടി രൂപയുടെ കോൺട്രാക്ട് കൊടുക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തോടു കൂടിയാണ്. വെറും 60 ലക്ഷം രൂപയ്ക്ക് ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആളുണ്ട്, അയാൾക്ക് കൊടുത്തില്ല. ഇനി അടുത്തത് ഇത് എവിടെ കൊണ്ട് കളഞ്ഞു എന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. വലിയ പാരിസ്ഥിതിക വിഷയമാണ്. ഇത്രയും 6.5 കോടി രൂപയുടെ ഈ ഡബ്ബയും അതിലെ അരവണയും ഇതെല്ലാം കൂടി കൊണ്ട് കുഴിച്ചിട്ടാൽ സംഭവിക്കുന്നു. എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് ആർക്കും അറിയത്തില്ല. ഇതെല്ലാം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സർക്കാരിന് ബന്ധമില്ലാത്ത ഏതാ വിഷയമുള്ളത്? എല്ലാം ഉണ്ട്, എല്ലാ വിഷയവും. വലിയൊരു ഇതിനെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വലിയ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ചില സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞോടൊപ്പം തന്നെ ഒരു വലിയ വേറൊരു ചോദ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്ക് എന്ന് ഈ തരത്തിലുള്ള ഒരു പാപത്തിൽ നിന്ന് മുക്തി ഉണ്ടാവും? അതിനെന്താണ് ഒരു മാർഗം? ക്ഷേത്ര ഭരണവ്യവസ്ഥയും മാറണം. ക്ഷേത്ര ഭരണവ്യവസ്ഥയാക്കണം, നിയമസഭയിൽ ആക്ട് ഭേദഗതി ചെയ്യണം, അല്ലെങ്കിൽ കേന്ദ്രം ഇടപെട്ട് എന്തെങ്കിലും ഒരു പുതിയ പരിഹാരമാർഗം ഉണ്ടാക്കണം. നിയമം പുതിയതുണ്ടാകേണ്ടി വരും, അല്ലാതൊന്നും ഒരു രക്ഷയില്ല. MLA-മാരുമാണ് ഹിന്ദുക്കളുടെ കാര്യം പറയാൻ ജനപ്രതിനിധികൾ ഉണ്ടാവണം, നിയമസഭയിലുണ്ടാവണം. ആ കാലത്ത് മാത്രമേ ഇതൊക്കെ പരിഹരിക്കാൻ നോക്കൂ. അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ ശക്തി തെളിയിക്കണം, ഹൈന്ദവ സമൂഹത്തിൻ്റെ ശക്തി തെളിയിക്കണം. ശബരിമല ക്ഷേത്രം ഇപ്പം സർക്കാർ ശരിയാണ്, സർക്കാരിൻ്റെ പിടിമുറുകി ഇപ്പം എന്താ പറയുന്നത്, അത് മതേതര കേന്ദ്രമെന്നാണ്. അതൊരു ഹിന്ദു ക്ഷേത്രമാണ്, മതേതര കേന്ദ്രമാണെന്ന് എന്തിനു പറയണം? അപ്പോൾ പിടിമുറുക്കി സ്വന്തമാക്കുകയാണ്. അതിനെ ഒരു ഹിന്ദു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ആചാരങ്ങൾ ഹിന്ദു ആചാരമാണ്, അവിടുത്തെ വിശ്വാസം ഹിന്ദു വിശ്വാസമാണ്, അവിടുത്തെ അനുഷ്ഠാനങ്ങൾ, അവിടെ നടക്കുന്ന റിച്വൽസ് ഇതെല്ലാം ഹൈന്ദവമാണ്. തച്ച് ശാസ്ത്ര വിധി അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്, തന്ത്രശാസ്ത്ര വിധി അനുസരിച്ചാണ് അവിടുത്തെ പൂജ. ആ പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കുമ്പോൾ അതിനൊക്കെ ഒരു മതേതര കേന്ദ്രം എന്ന് പറയേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ, ഈ ഗവൺമെൻറ്റിൻ്റെ തോന്നിയവാസങ്ങൾ അവസാനിക്കണമെങ്കിൽ, ഭക്തജനങ്ങൾക്ക് ക്ഷേത്രഭരണ വ്യവസ്ഥിതിയിൽ പ്രാതിനിധ്യം കിട്ടി ഒരു സമൂലമായ ഒരു പൊളിച്ചെഴുത്ത് ഈ ഭരണവ്യവസ്ഥയിൽ ഉണ്ടാകണമെങ്കിൽ അത് നിയമസഭയിലെ നിയമനിർമ്മാണത്തിലൂടെ സാധിക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ മുട്ടുകുത്തിക്കത്തക്ക വിധത്തിലുള്ള ജനശക്തി ഉണ്ടായി സമ്മർദ്ദ ഗ്രൂപ്പായി ഹൈന്ദവ സമൂഹം ഉണരണം, ഉയരണം, വളരണം, വികസിക്കണം. ക്ഷേത്ര ഭരണാവകാശം കിട്ടണം. ആ തരത്തിലുള്ള ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ സംഘടിത രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു പരിശ്രമം കൂടി വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ സ്വാഭാവികമായിട്ടുണ്ട്. അതിനും അയ്യപ്പൻ പരിഹാരം ഉണ്ടാക്കും. ഇത്തരമൊക്കെ ഉണ്ടാക്കി തരാൻ കഴിയും. അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയാണ്, അയ്യപ്പ ഈ കാര്യം കൂടി ഒന്ന് പരിഹരിക്കും. ശുഭവാർത്തകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വാമി ശരണം.